ഈ പുറത്തിരിക്കുന്ന ആ ഒരു മാമുക്കോയ സാറിനെ കാണാൻ വരുന്നവര് സ്ഥിരമായിട്ടിരിക്കല ആ കാറിന്റെ അവിടെ മൂലയിൽ ഒരു സ്ഥലത്താണ് ഇരിക്കും. ആ ഇട്ടിരിക്കുന്ന ടേബിളൊക്കെ എത്ര വർഷം പഴക്കമുള്ളതാ? ഇതൊക്കെ 10-25 വർഷം ഉണ്ടാവും. വീട് മൊത്തം 30 വർഷം ഉണ്ടാവും. ഈ വീടിന് 30 വർഷത്തെ പഴക്കമുണ്ടല്ലേ? അത് പണിയുമ്പോഴേ ഇങ്ങനെയാണോ അതോ നിങ്ങളായിട്ട് മോഡിഫിക്കേഷൻ? അല്ല, ഇത് തന്നെ ഡയറക്റ്റ് എടുത്തത് തന്നെ വീട് എടുത്ത് തന്നെയാണെന്നല്ലേ? 30 വർഷമായി. ഓക്കെ. ഇത് മൊത്തം മാമുക്കോയ സാറിന്റെ ഒരു ഇപ്പൊ സിനിമ നടനൊക്കെ അവിടെ പഴയ ഒരു വീട്ടിലെ തറവാട്ടിലെ താമസം. അവിടുന്ന് കുറച്ച് സിനിമ ഒക്കെ കഴിഞ്ഞതിന്റെ ശേഷം അങ്ങനെ ഇങ്ങോട്ട് താമസം. ഞാൻ ഇങ്ങോട്ട് കേറിയപ്പോ ശ്രദ്ധിച്ചത് ഡോറ് എന്ത് തടിയത്. അപ്പൊ മരം ഭയങ്കര ഭ്രാന്താ. മരമൊക്കെ നല്ല മരത്തിൽ തന്നെ ഒക്കെ ചെയ്യുള്ളൂ. വീടിന് 95 കള്ളി ഞാൻ വയലുണ്ട്. 95 കള്ളി. ഇതെല്ലാം മറ്റേ തേക്ക് പോലുള്ള തേക്ക് തന്നെ ചെയ്തതാണല്ലേ? അത് ഞാൻ വന്നപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ഡോറും സ്റ്റെയറും ഒക്കെ വുഡിന്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. ഈ മുകളിൽ വെച്ചിരിക്കുന്ന ഈ മൊമെന്റോസ് ഈ സിനിമന്റെ മൊമെന്റോസ് അന്ന് മുമ്പൊക്കെ 50 ദിവസം 100 ദിവസം ഒക്കെ ആകുമ്പോൾ കൊടുക്കും. അത് 20-ാം നൂറ്റാണ്ട് 125 ദിവസം നായർ സാബ് 125 ദിവസം. വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലെ 100 ദിവസം. ഇത് തലയണ മന്ത്രത്തിന്റെ കിരീടം. ആ കിരീടം 125th ഡേ. ഇതൊക്കെ അന്നൊക്കെ ഇതൊരു 100 ദിവസം ഒക്കെ ആകുമ്പോൾ ഒരു ആഘോഷമായിട്ട് എല്ലാരും കൂടി ഒരുമിച്ച് കൂടി ഒരു ഫംഗ്ഷൻ ആയിട്ട് നടത്തും. ഇപ്പൊ അതൊന്നും ആരും ചെയ്യല്ല. പണ്ട് കളിക്കളം മമ്മൂട്ടിന്റെ കളിക്കളം. അയ്യോ, ഒരുപാട് സിനിമകൾ അങ്ങനെ വരുമ്പോ ഓർമ്മയാണ് സിനിമകൾ. അത് മൈവിൽ കാവടി, കമലതളം, വളയോ, വർണ്ണമുണ്ട്, രസതന്ത്രം 150 അല്ലേ? ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്. ഇതന്ന് ഇങ്ങനെ ഒരു സാധനം ഇതിന്റെ സ്റ്റാൻഡ് വിട്ടുക. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്. രസതന്ത്രമൊക്കെ പിന്നെ പുതിയ പടങ്ങൾ. ഇത് പഴയ പടം തന്നെ ഒരുപാട്. സയൻസ് അബ്ദുള്ള, പെരുവണ്ണായിരത്തെ വിശേഷം, പലതും ഉണ്ട്. രാംജിറാവ് സ്പീക്കിംഗ്. ഇക്കൊക്കെ ആക്ച്വലി ഏത് ക്യാരക്ടറാണ് അങ്ങനൊന്നുമില്ല. എല്ലാ സിനിമയും കാണും, എല്ലാം കാണും. നല്ലൊരു പേഴ്സണൽ ഫേവറേറ്റ് അങ്ങനെ ഇല്ലല്ല. പിന്നെ പെരുമഴക്കാലൊക്കെ കാണുമ്പോ പിന്നെ ഒരു വിഷമ. മുമ്പൊക്കെ കാണില്ല, ഇപ്പൊ കാണില്ല. കുരുതി അതൊക്കെ അല്ലേ മരിച്ചതിന്റെ പിന്നെ ഒരു തന്നെ കാണില്ല. ചിരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ അങ്ങനെ കണ്ടാലും എപ്പോഴും ചിരിച്ചു. രാംജിറാവ് സ്പീക്കിംഗ് ഒപ്പം സിനിമക്കൊന്നും പോക്കില്ല. വളരെ അപൂർവമല്ല, സിനിമക്കേ പോക്കില്ല. അപ്പൊ എന്നോട് ഇവിടുന്ന് കാണുമ്പോഴൊക്കെ ചിലപ്പോ ടിവിയിലൊക്കെ കാണുമ്പോ ചിലപ്പോ ചിരിക്ക് മണിച്ച് പോകും. ഞാൻ ചിരിച്ചു പോയി. രാംജിറാവ് സ്പീക്കിങ്ങിലൊക്കെ ഒരു സീനില്ല, ഓഫീസിലൊക്കെ വരുന്ന തൊരുപ്പന്നൊക്കെ വിളിക്കണേ. നിങ്ങൾ കണ്ടിക്കണോ പടക്ക? നിങ്ങൾ ജനിച്ചിക്കണോ? ജനിച്ചിട്ടില്ല, പക്ഷെ ടിവിയിൽ വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ആ സമയം അതിലൊരു സീനൊക്കെ ഉണ്ടല്ലോ. പിന്നെ തലക്ക് ഒളിവില്ലാത്തവനെ പറയുമ്പോ ഇപ്പൊ മൂത്തോട്ട് പറയുന്നുണ്ട്, എനിക്കല്ല നിങ്ങൾ വാപ്പക്കാന്നൊക്കെ പറഞ്ഞതാണ്. അപ്പൊ ചിരിച്ചു പോകും. അപ്പൊ എല്ലാരും ചിരിക്കും. അപ്പൊ എണീച്ചു പോകും. അപ്പൊ ഇങ്ങനെ സീരിയസ് ആയിട്ട് കണ്ടിരിക്കും.